ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ലൈവ് പോകുമ്പോൾ ആൾക്കാരെൻ്റെ സ്കിന്നിനെ പറ്റി ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്കിന്ന്. എൻ്റെ സ്കിൻ അത്ര പെർഫെക്റ്റ് സ്കിന്നൊന്നും അല്ല. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് പ്ലസ് ഓയിലിയാണ്. അപ്പം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ബേണിങ് സെൻസേഷൻ വന്ന് ഇച്ചിങ് ആവും. പിന്നെ ഇങ്ങനെ കുരു പോലെ കുരുക്കൾ വരും. റീസെൻ്റ്ലി ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാറ്റി യൂസ് ചെയ്തിട്ടാണ് എനിക്കിപ്പം ഇത്രയും പ്രശ്നമായത്. എന്തായാലും അതൊക്കെ പോട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫണ്ണ് കാണിക്കാറുണ്ട്, ഓരോരോ ഫണ്ണുകളെ. ഞാൻ ഇന്നലെയും കൂടി എവിടെ പോയപ്പോൾ എൻ്റെ ആരോ പറഞ്ഞുള്ളൂ കുരു കൂടിയല്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ കുരു ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എന്തോ ചെയ്യാനാ. സോ ഇതൊന്നും അല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഞാൻ വീക്കിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് സ്കിൻ കെയർ ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട്. അപ്പം ഞാൻ അതിപ്പോൾ ഇന്ന് യൂസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇന്നലെ ഞാൻ പുറത്തൊക്കെ പോയി അത്യാവശ്യം ടാൻഡായിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. കാരണം എൻ്റെ കൈയിൻ്റെ ഇവിടേക്ക് കുറേ ടാനായി, കാലും ഒക്കെ ടാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫേസ് പാക്ക് ഇട്ടിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ചെയ്യുമോയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് സാധന ജംഗമ വസ്തുക്കളൊക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാൻ പോയി കുളിക്കാം. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്തു. അതാരാ യുദ്ധഭൂമിയിലൊരു പാട്ട്. ഹലോ ഗൈസ് പറഞ്ഞിട്ട് വെക്കോ. ഒത്തില്ല, വല്ല ചീത്തയും വിളിച്ച് പറയാത്ത ഭാഗ്യം. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് നമ്മളെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പം എന്തായാലും എൻ്റെ സ്കിൻ അത്ര പെർഫെക്റ്റ് സ്കിന്നൊന്നുമല്ല. ഞാൻ എടുത്തു പറയാൻ കാരണം എന്നെ നേരിട്ട് കാണുന്നവർക്ക് അറിയത്തുള്ളൂ എൻ്റെ സ്കിന്നിൽ എന്തോരം കുരുക്കളുണ്ടെന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വണ്ടി കഴുകി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്കും വെയിലത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വണ്ടി കഴിയിട്ട് എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് കുളിച്ച് കയറുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആവും, സെറ്റ് ആവും എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നമുക്കിവിടെ പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ, എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യ. സോ ഇതിനകത്താണ് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഇരിക്കുന്നത്, ഈ ഒരു പൗച്ചിനകത്ത്. അപ്പം ഇന്നിപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യം എൻ്റെ ബൗള്, പിന്നെ ഇതാണ് നമ്മുടെ സാധനം. ഇത് തീർന്നു പോയി, ഇനി മേടിക്കണം. പിന്നെ റോസ് വാട്ടർ. ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനൊന്ന് ഈ ഒരു ബൗള് കഴുകിയിട്ട് വരാം. സോ നമ്മുടെ ബൗള് എടുക്കുക. അയ്യോ, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. കൊള്ളാത്ര ഇടാം, എന്തായാലും മേടിക്കണം. ഓക്കെ, നല്ല മണം. എനിക്ക് എൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വലിച്ചങ്ങ് കയറ്റും. നെക്സ്റ്റ് റോസ് വാട്ടർ ആണ്. സോ ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണോ എടുക്കാം. ദെൻ ഇനി മിക്സ് ചെയ്യുക. എൻ്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ, എൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല, പക്ഷേ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെയാണ്. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ അപ്ലൈ ചെയ്യണം നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ ഭൂതം കണക്കിരിക്കും. സാരല്ല, ഞാൻ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ ഫേസ് പാക്ക് ഇടാൻ അറിയാമല്ലോ, അതുപോലെ അങ്ങോട്ട് ഇടണം കേട്ടോ. നല്ല തണുപ്പാണ് ഇത് ഇടുമ്പോഴത്തേക്കും. ആൻഡ് ഓൾസോ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഞാൻ പോയി ഇത് ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ട് വരാം. അപ്പം നിങ്ങൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചുളിവൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഉണങ്ങുമ്പോഴത്തേക്കും തന്നെ പോയി വാഷ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സോ
10 minutes ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും കയ്യിൽ വെള്ളമോ റോസ് വാട്ടറോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ജെന്റ്ലി ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്ത ഒരു ഫ്രഷ്നെസ് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ആ വീഡിയോയിൽ പിന്നെ വേറെ ഒന്നുമല്ല, എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുളിച്ചിട്ട് വന്നിട്ട് എനിക്ക് തല വേദനിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ വീഡിയോ എടുത്തത്. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.